രൂപം ഞാൻ കനിവൂളുമാരൂപം തുളുമ്പുമിൻ കണ്ണീർ കായൽ തുടഞ്ഞു ഞാൻ നിന്നു അനന്തമാം ജീവിത ഭാരം ചുമന്നു ഞാൻ നിന്നു പാദം തളരുമ്പോൾ തളരിൻ മരമായി നീ ഹൃദയം മുറിയുമ്പോൾ അമർദിന്നുറമായി നീ ഹൃദയമാശ്രയ നീ മാത്രം എന്നാദാ തുടയ്ക്കുക കണ്ണീർ ഈശോ നീ എൻ ജീവനിൽ നിറയണം നാദാ നീ എന്നുള്ളിൽ സ്വരമല്ലോ ആത്മാവിലിൻ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിവൂളുമാരൂപം കനിവൂളുമാരൂപം കിനാവിലെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോൾ ഒരായിരം സാന്ത്വനമായി ഉയർത്തുമല്ലോ നീ ഒരു പൂവിരിയുമ്പോൾ പൂന്തേക്കിഴിയുമ്പോൾ കാറ്റിൻ കുളിരായി നീ എന്നെ തഴുകുമ്പോൾ കാരുണ്യമേ എന്നെ അറിയുന്നു എന്നാദാ തുടയ്ക്കുക കണ്ണീർ ഈശോ നീ എൻ ജീവനിൽ നിറയണം നാദാ നീ എന്നുള്ളിൽ സ്വരമല്ലോ ആത്മാവിലിൻ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിവൂളുമാരൂപം കനിവൂളുമാരൂപം കാത്ത് 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 ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് കാത്ത് ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് 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 ഞാനിരിപ്പാണേ
ധന ധും തനക്കട തനക്ക് ധന ധും താനേ ധനാ ധനാനേ ധും താനേ ധനാ ധനാനേ. കാത്ത് 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 ഞാനിരുപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരുപ്പാണേ. കാത്ത് 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 ഞാനിരുപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരുപ്പാണേ. പാപത്തിലൂടെ വന്നിരമില്ല, ലോകത്തിലൂടെ വന്നിരമില്ല. പാപത്തിലൂടെ വന്നിരമില്ല, ലോകത്തിലൂടെ വന്നിരമില്ല. സ്വർഗം നോക്കിയോടുവാൻ നേരമായി, സ്വർഗം നോക്കിയോടുവാൻ നേരമായി. കാത്ത് 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 ഞാനിരുപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരുപ്പാണേ. കാത്ത് 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 ഞാനിരുപ്പാണേ, സ്വർഗം നോക്കി പോകുവാൻ ഞാനിരുപ്പാണേ. ധും തനക്കട തനക്ക് ധന ധും തനക്കട തനക്ക് ധന ധും തനക്കട തനക്ക് ധന ധും തനക്കട തനക്ക് ധന ധും താനേ ധനാ ധനാനേ ധും താനേ ധനാ ധനാനേ ധും താനേ ധനാ ധനാനേ.
Thank you.
മാനിസനസിന് വന്ദനം. നമ്മൾ ബൈബിളിൽ 3 പ്രാവശ്യം ഈശോ പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്നതായി കാണുന്നുണ്ട്. അതിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്ലടാ, നമ്മൾ ഈ വഴി തന്നെയാണോ പോകേണ്ടത്? നിനക്ക് ഉറപ്പ് തന്നെയാണോ? നമുക്ക് ഈ വഴിയല്ലേ ഉള്ളൂ. വാനേ, ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? എടാ, നിനക്കറിയില്ലായിരുന്നോ ഈ വഴിയല്ലേ 2 പിശാച് ബാധിതരുള്ളത്? ഇതിലൂടെ നമ്മൾ പോകണോ? ഇതല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ലല്ലോടാ. ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നേ. നമുക്ക് എളുപ്പം അങ്ങ് പോകാം. നീ ഇങ്ങ് വാ. അയ്യോ, ആരോ അവിടെ ഇരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലോ. ആരാടാ അത്? വേഗം വാ, വേഗം ഇതിലേ വാ, ഇങ്ങോട്ട് വാ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എന്നെ ഇവിടെ എങ്ങും നിങ്ങൾ കണ്ടിട്ടില്ലേ? വേഗം ഒന്ന് ഇങ്ങോട്ട് വാ. അയ്യോ, എടാ, നമുക്കിവിടുന്ന് പോകുന്നതാടാ നല്ലത്. വാ, നമുക്കിവിടെ നിന്ന് പോകാം. നിൽക്കവിടെ. നീ എങ്ങോട്ടാണോ പോകുന്നത്? എന്നെ വെട്ടിച്ച് നീ ഇവിടെ നിന്ന് പോകുന്നോ? നിൽക്കണോ അവിടെ? അയ്യോ അയ്യോ, എന്നെ വിടൂ. അയ്യോ അയ്യോ, എന്തായി ചെയ്യുന്നത്? മാറിക്ക. ഗുരു, അതിലൂടെ പോകണ്ട. അവിടെ 2 പിശാച് ബാധിതരുണ്ട്. ഞങ്ങൾ ഇപ്പോൾ വളരെയധികം അവർ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഭയപ്പെടേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ വരൂ. ആരാണ് നീ? ആരാണ് നീ? മകനെ, നീ ശാന്തനാകൂ. നീ എന്തിനും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു? നീ എന്തിനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്? എന്താണ് നിന്റെ പേര്? ഞങ്ങൾ ഇതിൽ ഒത്തിരി പേരുണ്ട്. ലഗോൺ. ഈ മകനിൽ നിന്ന് പുറത്തു പോവുക. അയ്യോ, അങ്ങനെ പറയരുതേ. ഞങ്ങളെ പാതാളത്തിലേക്ക് വിടരുതേ. ഞങ്ങളെ വേണമെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടോളൂ. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോവുക. ആ പന്നിക്കൂട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം. ഭയപ്പെടാതിരിക്കൂ. എൻ്റെ കൂടെ വന്നുകൊള്ളുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പാപങ്ങളിൽ നിന്ന് വിട്ടകലുക. എത്ര മനോഹരമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത്. എന്തൊരു മഹത്തരമായ പ്രബോധനങ്ങളാണിവ. എന്താണ് അവിടെ ഒരു ബഹളം? പ്രഭു, അതൊരു പിശാച് ബാധിതനാണ്. ആ മകനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ.
എന്നെ വിട്, എന്നെ വിടാൻ. ഈ മകന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുക. ഇനി ഒരു നിമിഷം പോലും ഇവനിൽ ഉണ്ടാകാൻ പാടില്ല. വിട്ടുപോവുക. ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു. എന്താണ് എനിക്ക് സംഭവിച്ചത്? ഞാൻ സൗഖ്യമുള്ളവനായിരിക്കുന്നു. ഗുരു, ഞാനും അങ്ങയെ അനുഗമിക്കുന്നു. എനിക്കും അങ്ങയുടെ കൂടെ വരണം. വേണ്ട, നീ നിന്റെ സ്വഭവനത്തിലേക്ക് പോവുക. കർത്താവ് നിനക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യം നീ അവിടെയുള്ളവരോട് പങ്കുവെക്കുക. ഗുരു, എൻ്റെ മകൻ പിശാച് ബാധിതനാണ്. അവന് ഇടയ്ക്കിടെ അപസ്മാരം വരുന്നു. പിശാച് അവനെ തീയിലേക്കും വെള്ളത്തിലേക്കും തള്ളിയിട്ട് അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവനെ നീ സുഖപ്പെടുത്തണമേ. ഞാൻ അങ്ങയുടെ ശിഷ്യരുടെ അടുത്തേക്ക് എൻ്റെ മകനെ കൊണ്ടുപോയി. പക്ഷേ അവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? ആ മകനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഗുരു, അവൻ മൂകനും ബധിരനുമാണ്. അവനെ അങ്ങ് സൗഖ്യമാക്കണമേ. ഭയപ്പെടാതിരിക്കൂ. എത്രയും പെട്ടെന്ന് തന്നെ ഈ മകന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുക. ശരിയായ പ്രാർത്ഥനകളിലൂടെയല്ലാതെ, ശരിയായ വിശ്വാസത്തിലൂടെയല്ലാതെ നമുക്കൊരിക്കലും നമുക്ക് ബാധിച്ച ബാധകൾ അതെന്തു തന്നെയാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് സാധ്യമല്ല. എല്ലാവർക്കും നന്ദി. ിട്ടുള്ള സന്ദേശം ഇത് സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം. സത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പ് പിതാവു നിന്നപ്പോൾ ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു. പിന്നിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു. പിന്നിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. പത്രമടഞ്ഞ് ഗാത്രം പിഴഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പ് പിതാവു നിന്നപ്പോൾ
സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം. വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമെന്ന പോലെ ഒരു പുത്തനുണർവ്. വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമെന്ന പോലെ ഒരു പുത്തനുണർവ്. പത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പിതാവു നിന്നപ്പോൾ. കണ്ടിടുവാൻ ആരാകിലും തുനിയണം. ആരാധിക്കാൻ വന്നിടുകി ആർഭാടങ്ങൾ വെടിയണം. രാജചെങ്കോലിനും മേലെയല്ലോ ദൈവം. രാജചെങ്കോലിനും മേലെയല്ലോ ദൈവം. രാഗസംഗീതത്താൽ നാമം വാഴ്ത്തിയിടണം. സത്രമടഞ്ഞിടുമ്പോഴും സന്തോഷം, പിന്നെ മിത്രമകന്നിടുമ്പോഴും സല്ലാപം. വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമെന്ന പോലെ ഒരു പുത്തനുണർവ്. വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമെന്ന പോലെ ഒരു പുത്തനുണർവ്. പത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പിതാവു നിന്നപ്പോൾ. ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ. ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ. വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമെന്ന പോലെ ഒരു പുത്തനുണർവ്. വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമെന്ന പോലെ ഒരു പുത്തനുണർവ്. എന്നിൽ അലിഞ്ഞു ഞാനായി തീരുമ്പോൾ നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്റെ നീയാക്കി മാറ്റിടണമേ. എന്നിൽ അലിഞ്ഞു ഞാനായി തീരുമ്പോൾ നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്റെ നീയാക്കി മാറ്റിടണമേ. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാൻ ഞാൻ നിന്റെ അന്ത്യവാനയം. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാൻ ഞാൻ എൻ്റെ അന്ത്യവാനയം. കടലോട് ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാൻ നിൽക്കണം നീയായി തോന്നിടാം. കടലോട് ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാൻ നിൽക്കണം നീയായി തോന്നിടാം. നാളെ
ഞാൻ നശിപ്പൂ ഈശോയെ എന്തിനിൻ സ്നേഹമായി മാറ്റണേ. നാളെത്തോയായി ഞാൻ നശിപ്പൂ ഈശോയെ എന്തിനിൻ സ്നേഹമായി മാറ്റണേ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാൻ ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാൻ ഞാൻ എൻ്റെ അന്ത്യം വരെയും. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം. അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം. അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. കൂടെ വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും. കൂടെ വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും. ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാം. തൂവലുകൾക്കുള്ളിൽ തലചായ്ച്ചിടാം. നിൻ ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാം. തൂവലുകൾക്കുള്ളിൽ തലചായ്ച്ചിടാം. തൃക്കൈയിൽ ഹൃദയം നൽകാം തിരുമാറിൽ ചാരിയിരിക്കാം. തൃക്കൈയിൽ ഹൃദയം നൽകാം തിരുമാറിൽ ചാരിയിരിക്കാം. സ്നേഹമേ പറയൂ സ്നേഹമേ കനിയൂ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം. അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം. അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്രികൾ തോന്നും പെണ്ണാലേ. നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ என் பல பக்கத்தில் அவர் துணை நிற்பதால் நான் ஜெயம் பெற்று எழும்பிடுவேன். என் பலனாக கிறிஸ்து இருப்பதினால் எந்த பயமும் எனக்கு
இல்லையே. என் பல பக்கத்தில் அவர் துணை நிற்பதால் நான் ஜெயம் பெற்று எழும்பிடுவேன். எல் ஷடாய் என் தெய்வமே, எல் ரோயி என் தகப்பனே, யெகோவா என் ராஜனே. எல் ஷடாய் என் தெய்வமே, எல் ரோயி என் தகப்பனே, யெகோவா என் ராஜனே. யெகோவா நிசியாய் எழுந்தருளி சத்துருவை தூரத்தி வெற்றி தந்திரே. யெகோவா நிசியாய் எழுந்தருளி சத்துருவை தூரத்தி வெற்றி தந்திரே. என் கண்ணீரின் பள்ளத்தாக்கில் கொண்டாட்டம் உண்டாக்கினீ. என் கண்ணீரின் பள்ளத்தாக்கில் கொண்டாட்டம் உண்டாக்கினீ. எல் ஷடாய் என் தெய்வமே, எல் ரோயி என் தகப்பனே, யெகோவா என் ராஜனே. எல் ஷடாய் என் தெய்வமே, எல் ரோயி என் தகப்பனே, யெகோவா என் ராஜனே. Yo, Shaddai, El Roi. Come on, 1 and 2 and 3 and chorus. El Shaddai என் தெய்வமே, El Roi என் தகப்பனே, யெகோவா என் ராஜனே. El Shaddai என் தெய்வமே, El Roi என் தகப்பனே, யெகோவா என் ராஜனே. जिस नाम से
आजादी से गरीबी से श्रापों से है छुड़ाता, वो नाम है जो अंधों को रोशनी भी है देता। जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु तेरा नाम सबसे ऊंचा है। 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 മേനിയും തേരെ പിടിത്ത ദണ്ഡും കൈയും മേയും നീക്കും വാഴ്കവേ തേരെ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തേരെ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തേരെ അഴിവു കാലം വന്നെടുത്തു അലയുന്ന നിൻ മക്കളെ തേരെ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമെൻ തേരെ മലമേൽ നിന്നും വേദ്യനമ്പു ചാർത്തി മാറിയിലിന്നപ്പോൾ തേരെ മയിൽ മലേറി നിന്ന നീല കാണവേണം പന്തലിൽ തേരെ പട്ടുടൻ പാണിപ്പുടവ അവിഴമുത്തോ മാലയും തേരയലങ്കരിച്ച പന്തലിൽ വന്നു തക്ക വീണം മാത്തോമൻ തേരയലങ്കരിച്ച പന്തലിൽ വന്നെഴുതരുൾക മാത്തോമൻ തേരയലങ്കരിച്ച പന്തലിൽ വന്നരുതറി ആകൃതിയും തത്താവിമുദത്തേ. മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പും ഇരുമ്പും മറ്റും പാലാവക വേണ്ടും പടികൈ ഇന്ദേ ഇതകത്തേതകത്തേതകത്തേതകതേതോ മഹിമയുടരുമകളെല്ലാം ചെയ്യും മനുവിവ തിട്ടത്തകതത്തികതാം തികതകതകതത്തികതാം തികതത്താം ഇന്ദേ ദത്താദിത്താദന്തേ ഇന്ദേ ദത്താദത്തത്തതകതത്തേതകതേതകതേതോ ഇമ്പമുടരുവികൾ തിരുമനസാലെ കീൽ വഴി തീർത്തേം തത്തതികുതേം തത്തതിത്രേതികുതേ ഇന്ദേ ദത്താദത്തതകതേ ഇന്ദേ ദത്താദത്തത്തതകതേതകതേതകതേതോ വിശ്വമിടം കയ്യിലായവനൊരുവൻ വിധിയുടയരജൻ തിരുമുൻപാകെ തക്കിടകിടതേ തകതാം 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 തേ തിക്കിടകിടതേ തികിതാം 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 തേ തക്കിടകിടതേ ആ തകതാം തേ തിക്കിടകിടതേ ആ തികിതാം തേ തക്കിടകിടതേ തക്കിട്ടേന ഇന്ദ താകടേ ഇന്ദ താകട തക്കിടകിടതേ വിശ്വമിടം കയ്യിലായവനൊരുവൻ വിധിയുടയരജൻ തിരുമുൻപാകെ വിധി പോലെ വാതാകറിന്ദ തത്താദിത്താദന്തേ. ആനന്ദം വാരുമാറു മാലാഖമാ തിത്തേരിതര ആകാശേ നിന്നു ലോ
നന്മ നിറഞ്ഞൊരു പള്ളിയിലെ ഇടത്തെ കൈ വച്ച് ധനമിത മക്കൾ മനുതരം നല്ല വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി തീ വൻപിനെ ഒഴിയാ പരിയമനകൾ മടിച്ചുറമോട് തേടി പുലരാമി തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി തീ തിത്ത തകത തികത താ തികതക തികത തികത താങ്കർ തിത്ത താങ്കർ തികത താ ഇന്ത്യ തിത്ത തിത്ത തികതേ. Brothers and sisters, gather in the church. We sing joyfully and dance in praise of God. Praise God who has become flesh and come to the world to express the truth and to save us. We hear God's voice and are raptured before the throne to attend the feast, to attend the feast. We enjoy God's words and live before Him with joyful singing and laughter. It's a joy without end. When brothers and sisters meet, we feel close to each other, and our joy is inexpressible. We fellowship on God's words and share our testimonies. Understanding the truth brings our spirits such joy. No rituals, no regulations, all is free and liberated. We enjoy God's words and live before Him with joyful singing and laughter. It's a joy without end. Brothers and sisters, experience God's word. We accept and submit to His judgment and chastisement. We cast off our deceit and become honest. We love each other without barriers. We submit to the truth and don't act on feelings. Through judgment our corruption is cleansed. We enjoy God's words and live before Him with joyful singing and laughter. It's a joy without end. Brothers and sisters, rise up. Let's be of one mind in the fulfillment of our duties. Let's spread the kingdom gospel and bear witness to God, so that His intentions may be satisfied. Brothers and sisters, sing joyfully together. Voices raised in praise are so loud and clear. We enjoy God's words and live before Him with joyful singing and laughter. It's a joy without end. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചെറിയ മിമിക്രി അവതരിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ക്ഷമിക്കുക. ആദ്യം കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ, പിന്നെ കുറച്ച് സിനിമാ നടന്മാർ. അപ്പോൾ ആദ്യം നമുക്ക് രാഷ്ട്രീയ നേതാക്കളിലേക്ക് പോവാം. ആദ്യം VS അച്യുതാനന്ദൻ. നമ്മുടെ ഈ കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ച് VS അച്യുതാനന്ദൻ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനം ഫാദർ സെബിൻ തൂമുള്ളി വളരെ നന്നായി കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം മറ്റു പാർട്ടികളെ ഞെട്ടിക്കുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. അടുത്തത് വെള്ളാപ്പള്ളി നടേശനാണ്.
ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഒരു ജാതി, ഒരു മതം, ഒരു പാർട്ടി, കത്തോലിക്ക, കോൺഗ്രസിൻ്റെ ഒരു കൊടി മഞ്ഞ, നമ്മുടെ കൊടിയും മഞ്ഞ, മഞ്ഞക്കൊടി അടിച്ചു മാറ്റി ഇതിന് എത്രയും പെട്ടെന്ന് ഓരോ തീരുമാനം. അടുത്തത് ശ്രീ AK ആന്റണി. ഇതും ശ്രദ്ധിച്ചിരിക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. വളരെ പൈശാചികമായിട്ട് പറയുകയാണെങ്കിൽ പാർട്ടിയുടെ ഒരു മാറ്റത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രത്യേക പാർട്ടിയാണ് ഈ കത്തോലിക്ക കോൺഗ്രസ്. അപ്പം അത് എത്രയും അത് ഓൾ ദ ബെസ്റ്റ്. അടുത്ത കുറച്ച് നടന്മാരെ എടുക്കുകയാണ്. ആദ്യം നമ്മുടെ നിത്യഹരിത നായകനായ ശ്രീ പ്രേം നസീർ. ഒരു ചിറകിൽ ആ മഴവില്ല് വിരിക്കും ആ മനുഷ്യ ശുക്രിയ. എല്ലാം കാലത്ത് ആ പെരുന്നാളിന് ഇങ്ങനെ ആയിരുന്നില്ല. ആളുകൾ ഓട്ടവും ചാട്ടവും കടകളും ഒക്കെയായിരുന്നു. എന്നിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊത്തിയിരിക്കുകയാണ്. കാലത്തിൻ്റെ ഓരോ മാറ്റങ്ങളല്ലേ, എല്ലാം നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. അടുത്തതായിട്ട് ശ്രീ ജനാർദ്ദനൻ. എന്റെ പൊന്ന് സുലനച്ച, സ്കിറ്റാണെന്ന് പറഞ്ഞ് കുറെ കന്യകുമാരെ പുറകെ നിർത്തിയിട്ടുണ്ട്. കന്യകുമാര് പോയിട്ട് ഒരൊറ്റ എണ്ണം മരുന്നിന് പോലും ഇല്ല. എല്ലാ അമ്മച്ചിമാർ, എന്റെ പൊന്നമ്മച്ചി. അടുത്തതായിട്ട് ശ്രീ ലലുലക്സ്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കരച്ചിൽ വരുക. ഞാൻ വെള്ളം അടിച്ചിട്ടില്ലെന്നോടാ ചോദ്യം, പിന്നെ എന്നാടാ എനിക്ക് കരച്ചിൽ വരുന്നത്? അടുത്തത് ജോസ് പ്രകാശ്, പഴയ വില്ലനായിരുന്നു. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് കഞ്ഞിയും പയറും കുടിക്കാൻ നേരമായി. എത്രയും പെട്ടെന്ന് കുറച്ച് കഞ്ഞിയും പയറും ഞങ്ങളുടെ ഗോഡൗണിലേക്ക് കൊടുത്തു വിടണം. അടുത്ത് KP ഉമ്മർ, പഴയകാല സിനിമയിലെ വില്ലനായിരുന്നു. ബലാത്സംഗമായിരുന്നു പുള്ളിയുടെ മെയിൻ വിനോദം. അപ്പം KP ഉമ്മർ. നീ സഹകരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു മണിയറയാക്കാം. നീ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ബാലസംഘം ചെയ്യും. താങ്ക് യു വെരി മച്ച്. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. നിറ പട്ടിനിറ, നിറ കുട്ടനിറ, പട്ടിനിറ കുട്ടനിറ കൊയ്യാരേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ.
കർഷകൻ ക്രിസ്തുനാഥനും. ഹൃദയമാണ് വയല്, വചനമാണ് വിത്ത്, വാരി വിതറും കർഷകൻ ക്രിസ്തുനാഥനും. തങ്ങനെ കാലം കടന്നുപോയി, കാറ്റും കടന്നുപോയി. നൂറുമേനി കൊയ്യാൻ എന്നെനിക്കാകുമോ? കാറ്റും കോളും വന്നാൽ എന്തു ചെയ്യും? നൂറുമേനി കൊയ്യാൻ എന്നെനിക്കാകുമോ? കാറ്റും വന്നാൽ എന്തു ചെയ്യും? വിളവു തന്നതു ദൈവമെങ്കിൽ വെറുതെ എന്തിനു കരയണം? വിളവു തന്നതു ദൈവമെങ്കിൽ വെറുതെ എന്തിനു കരയണം? കാക്കുമവൻ കാവലായി കരുതലായി എന്റെ പാടം, കാക്കുമവൻ കാവലായി കരുതലായി എന്റെ പാടം. അമർത്തിക്കുലുക്കി കൊടുക്കുവാൻ അവനരുളിയവൻ കൃപ, അമർത്തിക്കുലുക്കി കൊടുക്കുവാൻ അവനരുളിയവൻ കൃപ. അവയിൽ എന്റെ ഹൃദയം ഇന്നു പാടും ഹല്ലേലൂയ, അവയിൽ എന്റെ ഹൃദയം ഇന്നു പാടും ഹല്ലേലൂയ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. നിറ നിറ വട്ടി നിറ, നിറ നിറ കുട്ട നിറ, വട്ടി നിറ കുട്ട നിറ. കൊയ്യാരേ വിളവുകളേറെ കൊയ്യാൻ വരിക സഹജരേ, കതിരുകളേറും പാടം തന്നതു ദൈവമല്ലേ. കൊയ്യാരേ 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 കൊയ്യാരേ. നാടിൻ തെളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ, കാർമേഘ ചുരുളുകളെ അകറ്റി നിർത്താനായി. നാടിൻ തെളി മനസ്സുകളിൽ ഇരുളു വീഴ്ത്തുന്നേ, കാർമേഘ ചുരുളുകളെ അകറ്റി നിർത്താനായി. ഉണർന്നെണീക്കുക, കരം പിടിക്കുക, പ്രതിവിധി പ്രതിരോധത്തിൽ പകച്ചിടാതെ അണിചേർന്നിടുക അവബോധം പ്രതിരോധം. പുകച്ചു പുകഞ്ഞു തീരില്ലെന്ന് നെഞ്ചിൽ തൊട്ട് പറയാം. നിനക്കു വേണ്ടി എനിക്കു വേണ്ടി നാടിനു വേണ്ടി പറയാം. കരിഞ്ഞ
ഇടിഞ്ഞു വീണു പലരും നമ്മുടെ കണ്ണിനു മുന്നിൽ നോവായി വീണതിലേറ്റം കുട്ടികളെന്നത് മുറിവത് നെഞ്ചിൽ വ്രണമായി പിടഞ്ഞെണീക്കുക തളർന്നിടാതെ വൈകരുതേയാരും നാമല്ലാതെ നമുക്കാര് കൈകോർക്കാമീ നാടിനായി നാമല്ലാതെ നമുക്കാര് കൈകോർക്കാമീ നാടിനായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലഹരി മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്ന വലിയ അപകടമാണ്. നിമിഷസുഖത്തിനായി ജീവിതം മുഴുവൻ നശിപ്പിക്കരുത്. വിദ്യാഭ്യാസവും ആരോഗ്യവും നല്ല ഭാവിയുമാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. അവ സംരക്ഷിക്കാനായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഉറച്ച മനസ്സോടെ ഉറച്ച ശബ്ദത്തോടെ ലഹരിയോട് ഇല്ല എന്നു പറയാം. നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ്. മോക്ഷമേ പാടട്ടെ ഞാൻ നാമത്തെ വാഴ്ത്തി സംഗീതനം സംഗീതനം. മോക്ഷമേ പാടട്ടെ ഞാൻ നാമത്തെ വാഴ്ത്തി സംഗീതനം സംഗീതനം. നിറദീപം പോലെ തെളിയണമെന്നിൽ ഇരുളിൽ വീണുഴലുന്നു ഒളിയാകുവാൻ. മോക്ഷമേ പാടട്ടെ ഞാൻ നാമത്തെ വാഴ്ത്തും സംഗീതം സംഗീതം. നിന്റെ പരിപാലനം എന്നും ഭജനാമൃതം എന്റെ പതനത്തിലുണർവിന്റെ പരമാകണം. നിന്റെ പരിപാലനം എന്നും ഭജനാമൃതം എന്റെ പതനത്തിലുണർവിന്റെ പരമാകണം. കളവളരാവിന്റെ നിറക്കേടാതെ കാലിടരായി കാക്കും വഴികാട്ടിയാൽ. മോക്ഷമേ പാടട്ടെ ഞാൻ നാമത്തെ വാഴ്ത്തും സംഗീതം സംഗീതം. ലോകസുഖമോഹങ്ങൾ നീങ്ങരുന്നു ഞാൻ കരയെറിയുന്നോരെന്നുള്ളിൽ കുളിച്ചൂടുവാൻ. ലോകസുഖമോഹങ്ങൾ നീങ്ങരുന്നു ഞാൻ കരയെറിയുന്നോരെന്നുള്ളിൽ കുളിച്ചൂടുവാൻ. വരും ദിനമോരോന്നും നിന്റെ തിരുപാദങ്ങൾ കണ്ണുനീരായി കഴുകാൻ കരമേകുവാൻ. മോക്ഷമേ പാടട്ടെ ഞാൻ നാമത്തെ വാഴ്ത്തും സംഗീതം സംഗീതം.
10 കന്യകമാർ. നമ്മളല്പം താമസം തോന്നുന്നു. വേഗം വാ. പറഞ്ഞ പോലെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കുവാണല്ലോ. ഇനി നമുക്ക് മുമ്പ് എങ്ങാനും അവരകത്തു പോയി കാണൂ? ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്തവും വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ കൂടി കാണാനുണ്ടല്ലോ. ഇനി അവരെങ്ങാനും വരാതിരിക്കുവോ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഒരിക്കലും പേടിക്കണ്ടെന്നേ. നമ്മൾ കൃത്യസമയത്ത് തന്നെയാ വന്നിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കെ. എന്നാ പിന്നെ നമുക്ക് തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിലെ എണ്ണയെല്ലാം പറ്റി നമുക്ക് നിരാശരായി മടങ്ങേണ്ട വന്നാലോ? അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി പ്രിയൻ വരുന്നത് വരെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം. ഒന്ന് നിക്കടി, ഞാനും കൂടെ വരുന്നു. ഓടി ഓടി എന്റെ നടു തളർന്നു. എത്ര നേരമായി അലറി വിളിക്കുന്നു. നിന്റെയൊക്കെ ചെവിയിൽ എന്താ? അയ്യോ, ഞാൻ കേട്ടില്ലെന്നേ. അതെ, നീ എന്തിട്ടും താമസിച്ചത്? അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഇതെന്ത് ഊത്തായത്? ഇന്നിവിടെ ഗാനമേളയുണ്ടോ? ഇതറിഞ്ഞിരുന്ന ഞാനൊരു കരോക്കിയൊക്കെ ആയിട്ട് വന്നാനെ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തളാന്ന് തോന്നുന്നു. കണ്ടില്ലേ വെള്ളയും വെള്ളയും ഇട്ട് വന്നിരിക്കുന്നത്? നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞ മറ്റു 2 കണ്ടില്ലല്ലോ. പിന്നെന്താ നിന്റെ പുതിയ ജോലിക്കാര്യം? ആപ്പിളിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയോട് വിളിയാ. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിങ്ങും പോകുന്നില്ലെന്നേ. പിന്നെ വല്ല ആപ്പിൾ പറിക്കാനെങ്ങാനായിരിക്കും. നീ എന്താണ് ഇത്ര താമസിച്ചത്? ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ. രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സിറ്റിയില്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എന്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെയും കൂടെ വേണമെന്ന്. എന്ത് ചെയ്യാനാ ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഒന്ന് നിർത്തടി. നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? മലയാളമായിരുന്നു. ഓഹോ, എന്റെ അമ്മേ, സ്വന്തം ഭാഷയായതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ മടുത്തു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ആലോ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റിക്കോ. നീ ആദ്യം ഇത് പറ. 10 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസോ? അല്ലല്ല, ഫാൻസ് അതൊക്കെ വിട്. പിന്നെ മണവാളം വേറെയോ? വെയിറ്റിംഗ് ഫോർ മണവാളൻ എന്നൊരു ക്യാപ്ഷൻ കൂടെ ഇട്ട പൊളിക്കും. മിനിമം ഒരു 1K ലൈക്കെങ്കിലും മേടിച്ചെടുക്കണം. ലൈക്കിന്റെ കാര്യം ഇപ്പോഴാ ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാരിറ്റി ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ലല്ലോ. അതെന്താ? വീടും ഇല്ല, കറന്റ് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോക്കൊക്കെ ഞങ്ങൾ എന്തിനാ ലൈക്ക് അടിക്കുന്നേ? ഇതിനിടയ്ക്ക് അതും കണ്ടുപിടിച്ചോ? യജമാനൻ വരാറായി എന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് സ്തുതിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം. എന്ത് വെപ്രാള പെണ്ണുങ്ങളെ ഇത്! പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാ നമുക്കും വിളക്ക് കത്തിക്കാം. എണ്ണ എടുക്ക്. അയ്യോ, ഞാൻ എണ്ണ എടുക്കാൻ മറന്നുപോയി. ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ, നീ എടുത്തില്ലേ? ഞാനും എടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് വെക്കാനേ. ചോദിക്ക, ഇപ്പൊ കിട്ടും. Hey girls, can you share some oil please? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നുപോയതുകൊണ്ടല്ലേ ചോദിക്കണത്? അയ്യോ, ഞങ്ങളോടൊന്നും തോന്നരുത്. നിങ്ങൾക്ക് കൂടി പകർന്നു തന്നാ അത് ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങണതല്ലേ നല്ലത്. ചുരുക്കം പറഞ്ഞാൽ നീയൊന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോട് ചോദിക്കണ്ടെന്ന്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മൾ എന്തിനാ ഇവരോടൊക്കെ ബേക്ക് ചെയ്യുന്നേ?
നമുക്ക് ഒരുമിച്ച് എന്റെ ഫെറാറിയിൽ പോകാം. ഫോളോ മീ. വെള്ളയും വെള്ളിട്ട് ഇറങ്ങിക്കോളും ഓരോരോ മാരണങ്ങള്. കണ്ടാലോ ഭയങ്കര ഭക്തിയും ഭയം. കയ്യിലിരിപ്പാണെങ്കിലോ രാജാധിരാജൻ വരുന്നിതാ തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. 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 ഇവളുമാരിത് എവിടെ പോയി? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. കുറച്ചെണ്ണ തലയെ കൂടെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവളുമാരകത്ത് ഒരു കഥ കടിച്ചെന്നാ തോന്നണേ. ഇനി നമ്മളെ പിടിച്ചെങ്ങനെ മുങ്ങിയോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നോനാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഞങ്ങൾ വന്നു, കഥക്ക് തുറക്കൂ. ഞങ്ങൾ ഈ വാതുക്ക് തന്നെയുണ്ട്. ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലും സെൻട്രലിലും എല്ലാ കമ്മിറ്റിയിലും സ്മ്യൂളി സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥക് തുറക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ട് മാറിയേ. ഇല്ലാത്ത നേരം ഉണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോ തുറക്കൂലെന്നോ? ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങക്ക് വീട്ടിൽ പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ഹലോ, ഐ ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ? ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയില്ലെന്നോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. നീ എന്താടി പേടിച്ചു പോയോ? ഹേ, ഇതിനേക്കാൾ വലിയ അലറല് കേട്ട് പേടിച്ചിട്ടില്ല. പിന്നെ ഇത് ഇനി എന്തിനാ നമ്മളിവിടെ നിക്കണേ? വീട്ടിൽ പോയാ ഒന്ന് കിടന്നുറങ്ങുമെങ്കിലും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കാകെ പേടിയാവുന്നു. വരൂ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ഞങ്ങളോട് കരുണയായിരിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദൈവമേ, ധൂർത്തും ആർഭാടവും ചെടിക മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ. ബുദ്ധിയുള്ള കന്യകമാ വിളക്കിലെണ്ണ നിറഞ്ഞോ, പ്രിയനെ കാത്തിരുന്നതാൽ ചേർന്നിടും മണവറയിൽ. ലോകമോഹങ്ങൾ വെടിഞ്ഞോ, ആരാലും വെറുക്കപ്പെട്ടോ, വിശുദ്ധി കാത്തു സൂക്ഷിച്ചോ, ഏവരും കാണും സദസ്സിൽ. കുഞ്ഞുങ്ങളെ, ആ നാളും നാഴികയും സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. പ്രിയനിൻ വരവേറ്റമാസന്നമേ, പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ. പ്രിയനിൻ വരവേറ്റമാസന്നമേ, പ്രതിഫലം ലഭിക്കും. ഇടവകപ്പള്ളിയെ കണ്ട കൊച്ചത്ഭുതമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു കൂട്ടുകാർ പെരുന്നാളിനോടനുബന്ധിച്ച് അവരുടെ ചെറിയ കടകളൊക്കെ ആരംഭിച്ച് വളരെ മനോഹരമായിട്ട് അവർ കൊണ്ടുപോകുന്നു. വികാരിയച്ഛൻ്റെ പ്രോത്സാഹനവും മതാധ്യാപകരുടെയും കൂട്ടുകാരുടെയും എല്ലാം പ്രോത്സാഹനത്തിലാണ് ഈ കുഞ്ഞുങ്ങളിതൊക്കെ ചെയ്യുന്നത്. പ്രത്യേകമായ ഒന്ന് അഭിനന്ദിക്കേണ്ട കാര്യമായിട്ട് എനിക്കിത് തോന്നി. ഇവരെന്ത് ഹാപ്പിയാണെന്ന് നോക്കി. ഇത് സന്തോഷത്തോടെ കാരണവന്മാരൊക്കെ ഇത് ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊന്ന് കാരണവന്മാരൊക്കെ ഇത് ഭയങ്കര സന്തോഷത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ.
കാരണവന്മാരുടെ ചെറിയ തട്ടുകട പരിപാടികൾ, യുവജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ചെറിയ പെരുന്നാൾ മുറ്റം, എന്ത് മനോഹരമായിട്ടാണ് ഇവരുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ.